കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് AI എന്നുള്ള കാര്യവും എങ്ങനെയാണ് AI വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ആ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് പ്രോപ്പർ ആയിട്ട് പ്രോംപ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ട് പ്രോംപ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഈ കറക്റ്റ് ആയിട്ടുള്ള പ്രോംപ്റ്റിംഗ് ഫോർമാറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു കറക്റ്റ് ഒരു പ്രോംപ്റ്റിംഗ് ഫോർമാറ്റ് വെച്ച് നമ്മൾ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കിട്ടുന്ന ആൻസേഴ്സ് എന്ന് പറയുന്നത് അത്രയ്ക്കും 10/10 ആയിരിക്കും. സോ ആ പ്രോംപ്റ്റിങ്ങിന്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു മൂന്നാല് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്നാമത്തതാണ് എന്ത്, റോള്, കോണ്ടെക്സ്റ്റ്, അതേപോലെ തന്നെ കമാൻഡ്, അതുപോലെ തന്നെ ഫോർമാറ്റ്. ഈ ഒരു നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രോപ്പർ പ്രോംപ്റ്റാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഓരോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബെറ്റർ ആയിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് റോള്? അതായത് റോൾ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും GPT അത് ജസ്റ്റ് ഒരു എന്താ നമുക്ക് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറയും. പക്ഷെ എന്താ GPT പറയാണ് നിങ്ങൾ എങ്ങനെയാണ് GPT നിങ്ങളോട് ആക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഡെവലപ്പർ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണോ, GPT ഇങ്ങനെ പറയാം, ആക്ട് ലൈക്ക് എ പ്രോ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ആക്ട് ലൈക്ക് എ സീനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന രീതിയിലുള്ള കമാൻഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളൊരു മാർക്കറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ആക്ട് ലൈക്ക് എ ജീനിയസ് മാർക്കറ്റ് അനലിസ്റ്റർ എന്നൊക്കെ രീതിയിൽ പ്രയോഗിക്കുക. ഏത് റോളിൽ ആക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക. അതിനാണ് റോൾ എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുക, രണ്ടാമത്തതാണ് എന്ത്, കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. അതായത് വെച്ചാൽ നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്താ വേണ്ടെന്നുള്ള പോയിന്റ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ആഡ് ചെയ്ത് കൊടുക്കില്ല. അതിന് പകരമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്ന ഒരു പ്രൊജക്ട് നിങ്ങൾ ബിൽഡ് ചെയ്യാന്ന് വെച്ചാൽ അതിന് നിങ്ങൾ കുറച്ച് ഐഡിയാസും നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ റിസോഴ്സും ഒക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവല്ലോ. ആ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഏതൊക്കെയാന്നുള്ളത് നോക്കി എന്തൊക്കെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയുന്ന വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ മൊത്തം എന്ത് GPT പ്രോംപ്റ്റിന്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ ചിലപ്പം ഡോക്യുമെന്റ്സ് ഉണ്ടാകും, അതേപോലെ തന്നെ നിങ്ങൾ കളക്ട് ചെയ്ത ഡാറ്റാസ് ഉണ്ടാവും, നിങ്ങളെ ഫ്രണ്ട്സിന്റെ ഐഡിയാസ് ഉണ്ടാവും. അതൊക്കെ പ്രോപ്പർലി ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് നിങ്ങൾ പ്രോംപ്റ്റിംഗ് ചെയ്തെടുക്കുക. മൂന്നാമത്തെ കാര്യമാണ് എന്ത്, കമാൻഡ്. കമാൻഡ് എന്ന് വെച്ചാൽ നമുക്ക് ഏത് രീതിയിലാണ് ആൻസേഴ്സ് കിട്ടേണ്ടത്. അതായത് വെച്ചാൽ ഓരോ ഡീറ്റെയിൽ ആയിട്ട് വേണോ, അതായത് ഇപ്പോൾ നമ്മൾ കുറച്ച് കീവേഡ്സിന്റെ സ്കെഫോൾഡ്, ഗോസ്റ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞാൽ എന്ത് ചെയ്യോ, നമുക്ക് ഒരു കമാൻഡ് ഏത് രീതിയിലാണ് ഏത് മെത്തേഡിലാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കമാൻഡ് യൂസ് ചെയ്തത്. ഈ കമാൻഡ് എന്ന് പറയുന്ന സാധനം ആഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുന്ന സമയത്ത്. ലാസ്റ്റ് ആണ് ഫോർമാറ്റ്. നമുക്ക് ഏത് രീതിയിൽ ആൻസർ കിട്ടണം, അതായത് നിങ്ങൾക്കൊരു ടേബിൾ ഫോർമാറ്റിൽ വേണം എന്നുള്ള രീതിയിലാണ് ടേബിൾ ഫോർമാറ്റിൽ ആൻസേഴ്സ് തരാൻ പറയാം. അതുപോലെ നിങ്ങൾക്ക് ഇതൊരു PDF ആയിട്ട് വേണം എന്നാണ് വിചാരിക്കുന്നത് വെച്ചാൽ PDF ഫോർമാറ്റിനകത്ത് തരാൻ പറയാം. അതിനാണ് ഫോർമാറ്റ് നടന്നത്. ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ആൻസേഴ്സും വളരെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഇതിന്റെ അടുത്ത ചാപ്റ്ററിനകത്ത് നമ്മൾ എന്തായിരിക്കും എങ്ങനെ ഈ ഒരു പ്രോംപ്റ്റിംഗ് റിതം എന്നുവെച്ചാൽ ടൂളിന്റെ അകത്ത് നമ്മൾ ഈ കറക്റ്റ് വേ ഓഫിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള രീതിയായിരിക്കും പറയുന്നത്. സോ അത് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ അക്കൗണ്ട് ഫോളോ ചെയ്ത് അടുത്ത വീഡിയോ വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തേക്ക്, പിന്നെ ലൈക്ക് ചെയ്തേക്ക്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഇനി അതുപോലെ സജഷൻ ഉണ്ടെന്ന് വെച്ചാൽ അതും കമന്റ് ചെയ്യിക്കുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.